വിഷമിക്കാതെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചു തരും. നീ സമാധാനമായിട്ടിരിക്കും. പറ മീനാക്ഷി, എന്താ ഉണ്ടായി? പറയൂ മീനാക്ഷി, എല്ലാം തുറന്നു പറ. കാർത്തിയേട്ടൻ പിന്നെയും ഹോസ്പിറ്റലിലായി. ഏതൊരു സിദ്ധൻ മുത്തശ്ശിയോട് പറഞ്ഞത്രേ, ഞാൻ കാർത്തിയേട്ടനെയും കൊന്ന് ചെമ്പകമംഗലം നശിപ്പിക്കുമെന്ന്. സിദ്ധനും മണ്ണാങ്കട്ടെ ഇക്കാലത്തും പോകുന്നുണ്ടല്ലോ. ഇത്രയും വിവരമുള്ളവര് ഈ സിദ്ധന്റെ മുമ്പില്. ആ സിദ്ധനെ ഒന്ന് കാണിച്ചു തരുമോ? എന്തിന്? അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാന്. അതിന് അയാൾ എന്ത് പിഴച്ചു? അതയാളുടെ വയറ്റിപ്പഴുപ്പ്. പോയവരല്ലേ തെറ്റുകാര്. ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണം? പിന്നെ എന്താ നിന്റെ പ്ലാൻ? മരിക്കാനോ? മീനാക്ഷി, നീ ആത്മഹത്യ ചെയ്താല് നിന്റെ പേരിൽ ചാർത്തിയ എല്ലാ കുറ്റങ്ങളും അതേപടി നിലനിൽക്കും കാലങ്ങളോളം. മാഡം, മാഡം ഒന്നിങ്ങോട്ട് വന്നേ, ഒന്ന് വേഗം വാ മാഡം. എന്താ എന്താ മോളി? അയ്യോ, അയ്യോ, ഇത് നമ്മുടെ കാർത്തിയുടെ കുഞ്ഞാണല്ലോ. എന്റെ കുഞ്ഞ്. എന്റെ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് തരുന്നതിന് നന്ദി. ചക്കരമുത്ത്, പൊന്നുമുത്തേ, എന്താടാ? മാഡം, ഇത് ആരുടെ കുഞ്ഞാ? ഇതാണ് സ്വർഗപുത്രി. ദൈവസ്വർഗത്തിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് ഇട്ട് തന്നതാ അല്ലേടാ? നീ വാ, വിവരമൊക്കെ ഞാൻ പറയാം. എന്തോടാ? ഓ ഓ ഓ ഓ ഓ നിങ്ങൾ മീനാക്ഷിയുടെ അമ്മയായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ കാണിച്ച അക്രമത്തിന് പോലീസിനെ ഒന്ന് അറിയിച്ചാ മതി. അവര് പിടിച്ച് നിങ്ങളെ അകത്തിടും. പറഞ്ഞേക്കാം. നീ ആരടി? ചെമ്പകമംഗലത്തെ മുറ്റത്ത് വന്നു എന്നെ വെല്ലുവിളിക്കാൻ? ചെമ്പകമംഗലം എന്താ രാജ്ഭവനോ അതോ രാഷ്ട്രപതി ഭവനോ? മര്യാദകേട് കാണിച്ചു തന്നെയാ മറുപടി. അത് ഞാൻ ചെയ്തില്ല. എന്റെ കാർത്തിമോന്റെ കുഞ്ഞിനെ ഇവളെവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അത് ചോദിക്കാൻ വരുമ്പോ ന്യായം പറയാൻ വരുന്നോ? അല്ല, മീനാക്ഷി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയല്ലേ? അതെ. മീനാക്ഷി ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവള് ആ കുഞ്ഞിനെ കണ്ടിട്ട് പോലുമില്ല. കുഞ്ഞമ്മയുടെ കയ്യിലല്ലായിരുന്നു അമ്മായി. എന്റെ കുഞ്ഞിനെ എന്താ ചെയ്ത അമ്മായി? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ എന്ത് പറ്റി? കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവൾ നിന്ന് നാടകം കളിക്കുന്നു.
അയ്യോ, എന്റെ കാർത്തിമോനോട് ഞാൻ ഇനി എന്ത് മറുപടി പറയും? എന്റെ ഈശ്വരാ. കരയാതെ മീനാക്ഷി, എന്റെ കുഞ്ഞ്. കരയല്ലേ? കുഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് സത്യം. പക്ഷേ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താം. ആദ്യം നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം, അതിനുശേഷം ബാക്കി. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ മീനാക്ഷി, കുഞ്ഞിനൊരു കുഴപ്പം വരില്ല. എന്നാലും എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ എന്തെന്ന് ഞാൻ ആലോചിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് മീനാക്ഷി. അതൊക്കെ ഏറെയും കുറഞ്ഞു ഇരിക്കുന്നു എന്ന് മാത്രം. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണോ നീ കരുതിയത്? നമുക്ക് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകേണ്ടത്? അതെ, വീഡിയോ കോൾ ആണല്ലോ. ആര്? ഇന്ദ്രജ വല്യമ്മയോ? നീ കോൾ അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ? സച്ചേട്ടാ, വണ്ടി ഒന്ന് ഒതുക്കിയേ.